എൻ്റെ മണ്ഡലത്തിൽ പെരിങ്കടവിള പഞ്ചായത്തിലെ വടകര സ്വദേശിയാണ് ശ്രീ ജോയി. മെൽഹി എന്ന ഞങ്ങളുടെ പാർട്ടി അനുഭാവിയായിട്ടുള്ള അവരുടെ മകൻ കൂടെയാണ് ഈ ജോയി. അവർക്ക് 4 മക്കളാണുള്ളത്, ജോയി ഉൾപ്പെടെ. 3 സഹോദരങ്ങൾ വേറെയുണ്ട്, 2 സഹോദരിമാരും ഒരു ജ്യേഷ്ഠനും. ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ട്. നിർധന കുടുംബ അംഗമാണ് ജോയി. കൂലിവേല ചെയ്താണ് കുടുംബം പുലർത്തിപ്പോരുന്നത്. ജ്യേഷ്ഠനും സഹോദരങ്ങളും വിവാഹിതരാണ്. അവർ പ്രത്യേകം താമസമാണ്. ഇളയ സഹോദരിക്ക് കൊടുത്ത വസ്തുവിൽ 1 സെന്റ് അവരുടെ സഹായത്തോടു കൂടി ഒറ്റമുറി വീട് നിർമ്മിച്ചാണ് ഇവർ 2 പേരും കഴിഞ്ഞു പോരുന്നത്. അമ്മ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകും. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മെൽഹി എന്നാണ് അവരുടെ പേര്. 72 വയസ്സ് പ്രായമുണ്ട്. ഈ ജോയിക്ക് 43 വയസ്സ് പ്രായം. വീട് ഞങ്ങളെല്ലാം പോയി സന്ദർശിച്ചു. വളരെ നിർധന കുടുംബമാണ്. 1500 രൂപ ലഭിക്കുമെന്നുള്ളത് കൊണ്ടും ഇതിനോട് പല ജോലികളും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഒരു താല്പര്യം കാണിക്കുന്ന ആളെന്ന നിലയിലുമാണ് ഇദ്ദേഹം ഇവിടെ ഈ പണിക്ക് വന്നത്. റെയിൽവേ ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ്, വാക്കാൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ആമയിഴഞ്ഞാൽ റോഡിൽ ഈ മാലിന്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയത്. എന്നാൽ കുത്തൊലിപ്പ് വരികയും മാലിന്യങ്ങൾ നിറച്ച വെള്ളം പിന്നെ മഴയും കൂടെ ചേർന്ന് വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അദ്ദേഹം അകാലത്തിൽ നമ്മിൽ നിന്ന് പൊലിഞ്ഞു പോയി. 2 ദിവസക്കാലം അതിതീവ്രമായിട്ടുള്ള പ്രവർത്തനമാണ് ഫയർ ആൻഡ് സേഫ്റ്റിയും റെസ്ക്യൂവും പിന്നെ നീന്തൽ വിദഗ്ധന്മാരും ചേർന്ന് നടത്തിയത്. കോർപ്പറേഷൻ്റെ മുൻകൈയിൽ നടത്തിയ പ്രവർത്തനം ശ്ലാഘനീയമാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതിസാഹസികമായിരുന്നു. ജീവൻ പണയം വെച്ചാണ് നോക്കിയത്. എന്നാൽ അടിയൊഴുക്ക് കാരണം പ്രതീക്ഷിക്കാത്ത നിലയിൽ ഈ ബോഡി ഒഴുകിപ്പോവുകയും കുറച്ചകലെ മാറി ബോഡി ഇന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളത് എന്തുകൊണ്ടും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ തുടർന്ന് ആ വീട്ടുകാരെ, പ്രത്യേകിച്ച് അമ്മയുടെ ശിഷ്ടകാല ജീവിതം സുരക്ഷിതമാക്കാൻ ഒരു വീടും ഭാവിയിൽ ഒരു ചെറിയ വരുമാനവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് MLA എന്ന നിലയിൽ ഞാനിത് വിശദമായ വിവരം കാണിച്ച് കത്ത് കൊടുത്തു. പിന്നെ കളക്ടർക്ക് അടിയന്തര സഹായം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു. ഇന്നിപ്പോൾ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും പരാമർശിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, നിയമ നടപടികൾ പൂർത്തീകരിച്ച് വേണം ആ സഹായം ചെയ്യാൻ. എന്തായാലും ആ കുടുംബത്തെ അങ്ങനെ ഞങ്ങൾ വിട്ടുകളയില്ല, അവരൊറ്റപ്പെടില്ല. കൈത്താങ്ങായി കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാവും, ഞങ്ങളെല്ലാം ഉണ്ടാവും, അവിടുത്തെ ജനപ്രതിനിധികളുണ്ടാവും, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ആ കുടുംബത്തിലെ അംഗങ്ങൾ, ജ്യേഷ്ഠൻ്റെ മകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കറിയാം ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിപ്പോയാൽ നമുക്കെന്താണ് മനുഷ്യസാധ്യമല്ലാത്ത കാര്യങ്ങളല്ലേ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുള്ള ജോയിയുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പൊതു സമൂഹത്തിനുള്ളതാണ്, ഗവൺമെൻറ്റിനുള്ളതാണ്. അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിനുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രവർത്തനത്തെ എന്നും നമുക്ക് ഓർമ്മിക്കേണ്ടതായി വരും. നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. എന്തായാലും നമുക്ക് ബോഡി കിട്ടി. പിന്നെ ഒരു ആശ്വാസം തന്നെയാണ് ഇത് കിട്ടി എന്നുള്ളത് തന്നെ. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും ഈ കാര്യത്തിൽ ഉള്ള നന്ദി കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയോട് ഞാൻ കൊടുത്ത കത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. കരാറടിസ്ഥാനത്തിൽ, രേഖപ്പെടുത്തലില്ലാതെ കരാറടിസ്ഥാനത്തിൽ ഇയാളോട് ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ജോലി ചെയ്തത്. റെയിൽവേയുടെ ഒരു സഹായം കൂടെ ആവശ്യപ്പെടാനുള്ള ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകണം എന്നെൻ്റെ കത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മിക്കവാറും അടിയന്തര സഹായം എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ് പരിഗണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.